ടൈം ആൻഡ് വർക്കിലെ ഒരു ചോദ്യമാണ് നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ മാൻ ആൻഡ് എ ബോയ് വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ 24 days. ഇഫ് ഫോർ ദ ലാസ്റ്റ് 6 days the man work alone, then the task can be finished in 26 days. In how many days can boy alone finish the task? അപ്പം രണ്ട് പേരുണ്ടല്ലേ, ഒരു മാൻ ആൻഡ് എ ബോയ്. എ മാൻ ആൻഡ് എ ബോയ് together takes 24 days to finish a work. 24 days എടുത്തുകൊണ്ടാണ്, അതായത് അവരുടെ ടൈമാണ് ഈ 24 എടുത്തുകൊണ്ടാണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസിയെ പറ്റി പറയുന്നില്ല. ഓക്കെ, ഇവിടെ ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ എത്രയെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു? 24 എന്നും പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 24 തന്നെയാണ് ഇവിടുത്തെ ടോട്ടൽ വർക്കെങ്കിൽ ഓരോ ദിവസവും അവർ എത്ര വെച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്? അതായത് അവരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 24/24 അല്ലേ? 24/24 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് രണ്ടുപേരുടെയും കൂടെ ചേർത്തുള്ള എഫിഷ്യൻസിയാണ്. മാൻ എത്ര എഫിഷ്യൻസി ഉണ്ട്, ബോയ്ക്ക് എത്ര എഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി മാത്രമേ നമുക്ക് 1 എന്നറിയത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഫോർ ലാസ്റ്റ് 6 days the man work alone, then the task can be finished in 26 days. അവസാന 6 ദിവസം മാൻ മാത്രം വർക്ക് ചെയ്തിട്ടാണ് എത്ര ദിവസം ആയത്? 26 days ആയത്. അതായത് തുടക്കം അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അവസാന 6 ദിവസം മാൻ മാത്രമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ടോട്ടൽ 26 days ആയി. അങ്ങനെയാണെങ്കിൽ ആ 26 daysന് 6 ദിവസം മുമ്പ് വരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്തത്. അപ്പോൾ ആ 26 days ആയിരുന്നു മൊത്തം വർക്കായത്. അതിൽ അവസാന 6 ദിവസം മാൻ മാത്രം വർക്ക് ചെയ്തു. അപ്പോൾ ആ അവസാന 6 ദിവസത്തിന് മുമ്പ് എന്താണ്? 20 ദിവസം. ഈ 20 ദിവസം അവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് അല്ലേ? അപ്പോൾ 20 ദിവസം അവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു എന്ന് പറയുമ്പം അന്നേരം ചെയ്ത വർക്ക് എത്രയാണ്? അന്നേരം ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആ ടൈം ഇൻറ്റു എഫിഷ്യൻസി. ആ ടൈം ഇൻറ്റു എഫിഷ്യൻസി 20 ആണ്. ആ 20 ഇൻറ്റു എഫിഷ്യൻസി രണ്ടുപേരും കൂടെ ചേർന്നെടുത്ത് ചെയ്തത് കൊണ്ട് രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി 1 ആയതുകൊണ്ടും ആ വർക്ക് എന്ന് പറയുന്നത് 20 തന്നെയാണ്. ഇനി ആ 20 വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി. നമ്മുടെ ടോട്ടൽ വർക്ക് 24 ആണ്. അപ്പോൾ ഇനി റിമൈനിങ് വർക്ക് എത്ര ഉണ്ടായിരുന്നു? റിമൈനിങ് വർക്ക് 24 മൈനസ് 24 വർക്ക് റിമൈനിങ് ഉണ്ടായിരുന്നു. ഈ റിമൈനിങ് വർക്ക് ആരാണ് ചെയ്തത്? മാൻ ആണ് ചെയ്തത്. ഓക്കെ, ഈ റിമൈനിങ് വർക്ക് ചെയ്തത് മാൻ ആണ്. അപ്പം മാൻ്റെ എഫിഷ്യൻസി അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. മാൻ ഈ റിമൈനിങ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തെന്നാണ് പറയുന്നത്? റിമൈനിങ് വർക്ക് തീർത്തത് 6 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഈ റിമൈനിങ് വർക്കായ 4 ഡിവൈഡഡ് ബൈ ആ റിമൈനിങ് ഡേയ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ 2/3 ആണ് മെന്നിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ മെന്നിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 2/3 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മെന്നിൻ്റെ എഫിഷ്യൻസി 2/3 ആണെങ്കിൽ ബോയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? ബോയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത് 2/3 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 1/3 ആയിരിക്കും. എന്നാലല്ലേ ടോട്ടൽ 1 വരത്തുള്ളൂ. അപ്പോൾ ബോയുടെ എഫിഷ്യൻസി 1/3 ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹൗ മെനി ഡേയ്സ് ക്യാൻ ബോയ് എലോൺ ഫിനിഷ് ദ ടാസ്ക് എന്നാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു? അപ്പോൾ ടോട്ടൽ വർക്ക് ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഇവിടെ 24 ആണ്. 24 ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് ബോയ് അലോൺ അല്ലേ? അപ്പോൾ ബോയുടെ മാത്രം എഫിഷ്യൻസി 1/3. അപ്പോൾ 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 24 ഇത് റെസിപ്രോക്കൽ എടുത്ത് മോളിൽ പോകുമ്പം 24 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 72 എന്നുത്തരം കിട്ടുന്നു. ഓക്കെ, എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.